ഹായ് എവരിവൺ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഡയറ്റ് ചെയ്യുന്നവർ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും സ്വീറ്റ് ക്രേവിങ്സ് കൊണ്ട്. അതായത് നല്ല രീതിക്ക് ഡയറ്റ് ഫോളോ ചെയ്തിട്ട് ഇടയിൽ വെച്ചിട്ട് സ്വീറ്റ് ക്രേവിങ്സ് കാരണം ഡയറ്റ് ഒരു റിഗ്രറ്റ് ഫീലിംഗ്, സ്വീറ്റ്സ് ഒത്തിരി കഴിച്ചതിന് ശേഷം ഒരു റിഗ്രറ്റ് ഫീലിംഗ് തോന്നുന്നവരായിരിക്കും. അപ്പോൾ അവർക്ക് ഉള്ള ഒരു കുറച്ച് ടിപ്സാണ് ഞാനിന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളെപ്പോഴും ഒരു ബാലൻസ്ഡ് മീലിന് ശേഷം മാത്രം സ്വീറ്റ് കഴിക്കാൻ തോന്നുവാണെങ്കിൽ കഴിക്കാവൂ. അപ്പോൾ കഴിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാലൻസ്ഡ് മീൽ എന്ന് പറയുമ്പോൾ ഫൈബർ, പ്രോട്ടീൻ, ഫാറ്റ്, ഹെൽത്തി ഫാറ്റ്സ് അടങ്ങിയിട്ടുള്ളൊരു മീലിന് ശേഷം നമ്മൾ 1 പീസ് നമുക്ക് വേണമെങ്കിൽ കഴിക്കാം സ്വീറ്റ്. അപ്പോൾ സ്വീറ്റ് എന്ന് പറയുമ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് ജിലേബി, ലഡു പോലുള്ള സ്വീറ്റ്സ് അല്ല. ചോക്ലേറ്റിനോടുള്ള ക്രേവിങ്സ് ആണെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ്, അതായത് 70% എബോ കൊക്കോ കണ്ടന്റ് ഉള്ള ഡാർക്ക് ചോക്ലേറ്റ്സ് എടുക്കാം 1 പീസ്. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ജാഗരി അല്ലെങ്കിൽ ശർക്കര അടങ്ങിയിട്ടുള്ള ഹോം മെയ്ഡ് സ്വീറ്റ്സ് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. പിന്നെ നെക്സ്റ്റ് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് വാട്ടർ ഇൻടേക്ക് നല്ല രീതിക്ക് ഉണ്ടോ. ഡയറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം വാട്ടർ ഇൻടേക്ക് കുറഞ്ഞു പോയാൽ അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ നമ്മുടെ ബോഡിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് ബോഡി സിഗ്നൽ ചെയ്യുന്നത് സ്വീറ്റ് ക്രേവിങ്സ് ആയിട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഒത്തിരി സ്വീറ്റ് കഴിക്കാനായിട്ട് തോന്നും. അപ്പോൾ സ്വീറ്റ് ക്രേവിങ്സ് വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് വെള്ളം കുടിക്കുക. വെള്ളം കുടിച്ചൊരു 10 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക. ക്രേവിങ്സ് സബ്സൈഡായി പോകുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു പോയിന്റ് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 7 PM ശേഷം അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ സ്വീറ്റ് കഴിക്കാതിരിക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുക. കാരണം വൈകുന്നേര സമയങ്ങളിൽ നമ്മുടെ മെറ്റബോളിക് ലെവൽ വളരെയധികം ലോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അത് നേരെ ഫാറ്റ് സ്റ്റോറേജിലേക്കായിരിക്കും. നമ്മൾ കഴിക്കുന്ന സ്വീറ്റ്സ് കൂടുതലും ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യപ്പെടാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. സ്വീറ്റ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പകൽ സമയങ്ങളിൽ കഴിക്കാനായിട്ട് കൂടുതൽ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഷുഗർ ക്രേവിങ്സ് കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, ബൈ.